ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അലോവേര കൊണ്ടൊരു സംഭാരം ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും അറിയാലേ അലോവേര നമ്മളുടെ ഹെൽത്തിനും ബ്യൂട്ടിക്കും ഒക്കെ നല്ലതാണെന്ന്. അപ്പോൾ അത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ മുടി വളർച്ച വർദ്ധിപ്പിക്കാനും അതുപോലെ സ്കിൻ ടോൺ നന്നാവാനും അതുപോലെ ഹെൽത്തിനും എല്ലാത്തിനും നല്ലതാണ് അലോവേര ഉള്ളിലേക്ക് കഴിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് അലോവേരയും അതുപോലെ മോരും വെച്ചിട്ട് നല്ലൊരു അടിപൊളി സംഭാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കറ്റാർ വാഴയുടെ തണ്ട് മുറിച്ചിട്ട് വെള്ളത്തിൽ ഇതുപോലെ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലെ കറയൊക്കെ ഒന്ന് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് കറ്റാർ വാഴയുടെ സൈഡിലുള്ള മുള്ളെല്ലാം കളഞ്ഞ് അതിനകത്ത് ജെല്ല് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കണം. കറ്റാർ വാഴയുടെ ജെല്ല് ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് 2-3 തവണ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ വാഷ് ചെയ്തെടുത്താൽ ഇതിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് ഒന്ന് പോയി കിട്ടും. പിന്നെ ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ട്, അതും പോയി കിട്ടും. അപ്പോൾ വാഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടാണ് വാഷ് ചെയ്യുന്നത്. ഇനി ഇത് പൈപ്പിൻ്റെ ചുവട്ടിലൊന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വെള്ളം സ്റ്റോർ ആവും. ആ വെള്ളം നമ്മൾ കളയരുത് കേട്ടോ. നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വഴുവഴുപ്പൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇത് കണ്ട, ഈ വെള്ളത്തിന് നല്ല കൊഴുപ്പാണ്. ഈ വെള്ളം നമുക്ക് കുളിക്കുന്ന സമയത്ത് തല കഴുകാനായിട്ട് ഉപയോഗിക്കാം. നല്ലൊരു കണ്ടീഷണറാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ജെല്ലിൻ്റെ പീസിൽ നിന്ന് ഒരു 2 എണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നോ, നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള 2 ചെറിയ കഷ്ണങ്ങളില്ലേ, അതിനെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കിയെടുക്കുക. അവസാനം നമുക്ക് സംഭാരത്തിലിട്ട് മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളിട്ട് മിക്സ് ചെയ്യുമ്പോൾ സംഭാരം കാണാൻ തന്നെ നല്ല രസമാണ്. ഇങ്ങനെ പളുങ്ക് പോലെ കിടക്കും, അതുപോലെ കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ ഇവിടെ കറ്റാർ വാഴയുടെ ജെല്ല് റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് ചെറിയ പിടി പുതിനയില ചേർക്കാം. പിന്നെ ഒരു ചെറിയ പിടി മല്ലിയില ചേർക്കാം. ഇത് രണ്ടും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ ഒരു 3 നാരകത്തിൻ്റെ ഇല ചേർക്കുന്നുണ്ട്. അത് ചേർക്കുന്നത് സംഭാരത്തിന് നല്ല ഫ്ലേവറും ടേസ്റ്റും കൊടുക്കും കേട്ടോ. പിന്നെ ഒരു ചെറിയ പിടി കറിവേപ്പിൻ്റെ ഇല ചേർക്കാം. പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു പച്ചമുളകാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് കറ്റാർ വാഴ മാത്രം ഗ്രൈൻഡ് ചെയ്തിട്ട് ബാക്കി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചിടുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഞാനിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് തൊണ്ടയിൽ തങ്ങുകയൊക്കെ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മൊത്തത്തിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എത്ര ഗ്ലാസ് ആണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മോര് ചേർത്ത് കൊടുക്കുക. ലേശം പുളിയുള്ള മോര് ചേർക്കുക, അധികം പുളിയുള്ളത് ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മൾ ചെറുതായി നുറുക്കി വെച്ചിട്ടുള്ള കറ്റാർ വാഴയുടെ ജെല്ലും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് വീഡിയോയുടെ ആദ്യം കാണിക്കുന്ന സംഭാരത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, വൈറ്റ് കളറിലുള്ള സംഭാരം, അത് ഞാൻ ചതച്ച് ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭാരമാണ്. ഇപ്പോൾ കാണിക്കുന്നത് ഞാനിവിടെ അരച്ച് ചേർത്തുണ്ടാക്കിയിട്ടുള്ള സംഭാരമാണ്. ഇതിന് ചെറിയൊരു ഗ്രീൻ കളർ ഉണ്ടാവും, അത്ര തന്നെ വ്യത്യാസമുള്ളൂ. രണ്ടിനും ഒരേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.